أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونصلي على رسوله الكريم. أما بعد. ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വബാഉൽ ഖൈർ, അഫ്കാറു സ്വബാഹ്, ശുഭദിനം, പ്രഭാത ചിന്തകൾ എന്ന ഖുർആൻ ഹദീസ് ഉത്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസം അവൻ്റെ ഭാഗത്തു നിന്നുമുള്ള സർവ്വ അനുഗ്രഹങ്ങളും സലാമത്തുകളും സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന ഒരു ദിവസമാക്കി തീർക്കുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങൾ, അത്യാപത്തുകൾ, ദുരന്തങ്ങളിൽ നിന്ന് പടച്ചതമ്പുരാൻ നാം ഇവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ബഹുമാനികളെ, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉത്ബോധിപ്പിക്കുന്നു, ഉണർത്തുന്നു. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഹദീസിൻ്റെ തുടർച്ചയായി അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. പ്രഗത്ഭ സ്വഹാബി അബൂദർ റളിയല്ലാഹു നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇങ്ങനെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൻ അബീദറിൻ റളിയല്ലാഹു അൻ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സ്വദഖത്തുൻ വ അംറുക ബിൽ മഅറൂഫി വ നഹ്യുക അനിൽ മുൻകരി സ്വദഖത്തുൻ വ ഇർഷാദുക റജുല ഫീ അർളി ളലാലി ലക സ്വദഖത്തുൻ വ ബസറുക ലിറജുലി റദീഇൽ ബസരി ലക സ്വദഖത്തുൻ വ ഇമാതതുകൽ ഹജരി വ ഷൗക വൽ അളുമ അനി ത്വരീഖി ലക സ്വദഖത്തുൻ വ ഇഫ്റാഉക മിൻ ദൽവിക ഫീ ദൽവി അഖീക ലക സ്വദഖത്തുൻ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും തങ്ങൾ പറഞ്ഞതായി പ്രഗത്ഭ സ്വഹാബി അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സ്വദഖത്തുൻ. നിന്റെ സഹോദരൻ ഒരു മുഅ്മിനിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് അത് ധർമ്മമാണ്, സ്വതക്കയാണ്. വ അംറുക ബിൽ മഅറൂഫി വ നഹ്യുക അനിൽ മുൻകരി സ്വദഖത്തുൻ. നന്മയായ കാര്യങ്ങളെ ഉപദേശിക്കുകയും തിന്മയായ കാര്യങ്ങളെ വിരോധിക്കുകയും ചെയ്യുന്നതും സ്വതക്കയാണ്. വ ഇർഷാദുക റജുല ഫീ അർളി ളലാലിക ലക സ്വദഖത്തുൻ. വഴിതെറ്റി വന്ന ഒരാൾ, അദ്ദേഹത്തിന് കൃത്യമായി വഴി കാണിച്ചു കൊടുക്കുക, വഴി പറഞ്ഞു കൊടുക്കുക, അതും ഒരു സ്വതക്കയാണ്. വ ബസറുകലി റജുലി റദീഇൽ ബസരി ലക സ്വദഖത്തുൻ. ഒരു അന്ധനായ മനുഷ്യൻ അവൻ്റെ കൈപിടിച്ചുകൊണ്ട് അവന് പറ്റുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ സുരക്ഷിതനായ നിലയിൽ അവനെ കൈപിടിച്ച് വഴി തെളിയിക്കുക എന്നുള്ളതും വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതും അതും സ്വതക്കയാണ്. വൈമാതതുകൽ ഹജരി വ ഷൗക വൽ അളുമി അനി ത്വരീഖി ലക സ്വദഖത്തുൻ. ജനങ്ങൾ വഴി നടക്കുന്ന ആ പാതയിൽ നിന്നും കല്ലുകളും കരടുകളും മുള്ളുകളും ഇങ്ങനെ മാർഗതടസ്സമുണ്ടാക്കുന്ന, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വസ്തുക്കൾ വഴിയിലുണ്ട് എങ്കിൽ അതിനെ നീക്കിക്കളയുന്നതും സ്വതക്കയാണ്. വ ഇഫ്റാഉക
മിൻ ദൽവിക ഫീ ദൽവി അഖീക ലക സദഖത്തുൻ, നിന്റെ തൊട്ടിയിൽ നിന്നും ബക്കറ്റിൽ നിന്നും നിന്റെ സഹോദരൻ്റെ ബക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കലും സ്വതക്കയാണ്. സഹോദരങ്ങളെ, ബഹുമാനികളെ, ഈ ഹദീസ് ഒരുപാട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചിന്തിപ്പിക്കുന്ന, നമ്മളെ ഉണർത്തുന്ന ഒരു ഹദീസാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യത ഒരു മുഅ്മിൻ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ സൃഷ്ടികളായ മനുഷ്യരോട്, ജന്തുജീവജാലങ്ങളോട് ഒരുപാട് ബാധ്യത മനുഷ്യനുണ്ട്. അപ്പോൾ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനുള്ള ബാധ്യത കഴിഞ്ഞാൽ ജനോപകാരപ്രദമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. എത്രത്തോളം എന്നാൽ തൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക പോലും സ്വതക്കയാണ് എന്നുള്ളതാണ്. നാം സാധാരണ കരുതിയിരിക്കുന്നത് സ്വതക്ക എന്നത് ഒരാൾക്ക് ധർമ്മമായി, ദാനമായി പണമോ അല്ലെങ്കിൽ വസ്തുവകകളോ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളോ വസ്ത്രങ്ങളോ ഒക്കെ നൽകുന്നതാണ് സ്വതക്ക എന്ന് നാം ധരിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളിൽ ഒന്നാണ് ദാനധർമ്മം. ഇതിൽ നാം നമ്മുടെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണ്. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്നത് സ്വതക്കയാണ്. അതുപോലെ മാർഗതടസ്സമുണ്ടാക്കുന്ന വസ്തുക്കൾ, വഴിയിൽ നിന്നും കല്ലും മുള്ളും ഇങ്ങനെയുള്ള വസ്തുക്കൾ നീക്കുന്നതും സ്വതക്കയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്വതക്കയുടെ ഗണത്തിൽ പെടുന്നു എന്നുള്ളതാണ്. നാം മനസ്സിലാക്കേണ്ടത്, ഈ സ്വതക്കയിലൂടെയൊക്കെ അഥവാ ദാനധർമ്മമല്ലാത്ത ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം എന്തെല്ലാം ചെയ്യുന്നുവോ അത് പണം മാത്രമല്ല, അത് വസ്തുക്കളും ജനോപകാരപ്രദമായ സേവനങ്ങളും നിറപുഞ്ചിരി പോലും സ്വതക്കയുടെ വിശാലമായ വിവക്ഷയിൽ പെടുന്നു എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനോടുള്ള നിർബന്ധ ബാധ്യതയായ കർമ്മങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ജനോപകാരപ്രദമായ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഹദീസുകൾ കേൾക്കുന്നതിലുപരി ആ ഹദീസുകളിൽ പറയുന്ന ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതിലൂടെ ഈ ലോകത്തും പരലോകത്തും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് നന്മകൾ ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഭാഗത്തു നിന്നുമുള്ള സർവ്വ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു നല്ല പ്രഭാതമാക്കി തീർക്കുമാറാകട്ടെ എന്നും എല്ലാവിധ അപകടങ്ങൾ, അത്യാപത്തുകൾ, ദുരന്തങ്ങൾ, മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നാം ഇവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഊസിക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.